ഓഹരി നിക്ഷേപമെങ്കിലും നടത്തിയിട്ടുള്ള ഏതൊരാളും അഭിമുഖീകരിച്ചിട്ടുള്ള ഒരു വലിയ വെല്ലുവിളിയാണ് നമ്മൾ മാർക്കറ്റിൽ പ്രവേശിക്കുന്ന കൃത്യസമയത്ത് തന്നെ ആ നിമിഷം മുതൽ ആ ഓഹരി വില താഴേക്ക് പതിക്കാൻ തുടങ്ങുക എന്നൊരവസ്ഥ. വിപണിയിലെ ചലനങ്ങളെ കൃത്യമായി പ്രവചിക്കാൻ സാധിക്കാത്തത് കൊണ്ട് തന്നെ പലപ്പോഴും തെറ്റായ സമയങ്ങളിലാണ് അഥവാ റോങ് ടൈമിലായിരിക്കും സാധാരണ നിക്ഷേപകർ ഓഹരികൾ വാങ്ങിക്കൂട്ടുന്നത്. എന്നാൽ വിപണിയിലെ വൻകിട നിക്ഷേപകരും പ്രൊഫഷണൽ ട്രേഡർമാരും ഒരു ഓഹരി വാങ്ങാൻ ഏറ്റവും അനുയോജ്യമായ സമയം കണ്ടെത്തുന്നത് എങ്ങനെയാണ്? സാധാരണക്കാരായിട്ടുള്ള നിക്ഷേപകർക്ക് വൈകാരികമായിട്ടുള്ള തീരുമാനങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് തന്നെ സാങ്കേതിക സൂചകങ്ങളുടെ സഹായത്തോടുകൂടി എങ്ങനെ നമുക്ക് കൃത്യമായ സമയത്ത് തന്നെ നിക്ഷേപം നടത്താം, ഈ ഒരു വിഷയത്തെക്കുറിച്ച് സംസാരിക്കാൻ ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റ് ആയിട്ടുള്ള സനൽ സാറാണ്. നമുക്ക് അദ്ദേഹത്തെ വെൽക്കം ചെയ്യാം. സാർ, ഇപ്പം നമ്മൾ ഇൻട്രോയിൽ പറഞ്ഞ പോലെ തന്നെ എപ്പോഴും ആളുകൾ പറയുന്ന ഒരു കൺസേൺ ആണ് ഞാൻ സ്റ്റോക്ക് വാങ്ങിക്കഴിഞ്ഞതും ഇറങ്ങി എന്നുള്ളത്. അപ്പോൾ ശരിക്കും നമ്മളൊരു ഓഹരി വാങ്ങേണ്ട റൈറ്റ് ടൈം എപ്പോഴാണെന്നാണ് സാറിന് തോന്നിയിട്ടുള്ളത്? അത് എല്ലാവർക്കും അറിയാവുന്ന പോലെ വില കുറയുമ്പോഴാണ്, സിമ്പിളായിട്ട് വില കുറയുമ്പോഴാണ് ആ ഓഹരി വാങ്ങുന്നത്. അത് എപ്പോൾ വില കുറയുന്നു എന്നുള്ളത് കണ്ടെത്തലാണ് നമ്മളുടെ ഒരു പണി. അതിന് യഥാർത്ഥത്തിൽ നമ്മൾ ഫണ്ടമെൻ്റലിക്കൽ ടെക്നിക്കലാണ് നമ്മൾ യൂസ് ചെയ്യുക. ഫണ്ടമെൻ്റൽസിലും വില ഏത് ലെവലിൽ ബൈ ചെയ്യാന്നുള്ളത് പറയുന്നുണ്ടെങ്കിലും സാധാരണക്കാരെ സംബന്ധിച്ച് പലപ്പോഴും ഈ പറയുന്ന ഇൻട്രൻസിക് വാല്യൂ എല്ലാം കാൽക്കുലേറ്റ് ചെയ്തെടുക്കുക എന്ന് പറഞ്ഞാൽ ഇത്തിരി ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതിന് സ്ക്രീനേഴ്സ് സോഫ്റ്റ്വെയർസിലൊക്കെ ഇഷ്ടംപോലെ കിട്ടാനുണ്ട്, എങ്കിൽ കൂടിയും ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതിന് വേണ്ടി നമുക്ക് പല ടെക്നിക്കൽ ടൂൾസും അതിന് വേണ്ടി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ഈ ടെക്നിക്കൽ അനാലിസിസിൽ ഇത്തരത്തിൽ നമ്മൾ ഈ റൈറ്റ് ടൈം ഓഹരി വില കുറഞ്ഞു അത് നമുക്ക് എൻട്രി എടുക്കേണ്ട ടൈം ആയെന്ന് എങ്ങനെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും? നമുക്കതിന് വേണ്ടിയിട്ട് പല ടൂൾസ് ഉണ്ട്. അതിലത്തെ ഒരെണ്ണമാണ് ബോളിഞ്ചർ ബാൻഡ് എന്ന് പറയുന്ന ഒരു ഇത്. അത് യഥാർത്ഥത്തിൽ ഒരു സ്റ്റോക്കിൻ്റെ ഒക്കെ ഒരു പ്രൈസ് റേഞ്ചാണ് അത് കാണിക്കുക. ഓക്കെ, നമുക്കൊരു സിമ്പിളായിട്ട് ഉദാഹരണം വേണമെങ്കിൽ നമുക്ക് തക്കാളി ഒരു ഉദാഹരണം എടുക്കാം, എല്ലാവരും കണക്ട് ചെയ്യണമല്ലോ. അപ്പോൾ തക്കാളി ഒരു 40 രൂപ കിലോ വില എന്ന് വയ്ക്കാം. അപ്പോൾ ആവറേജ് കുറേ ആളുകളുടെ തക്കാളിക്ക് 40 രൂപയാണ് വില. 40 രൂപ 50 രൂപ. അപ്പോൾ 40 എന്ന് പറഞ്ഞാൽ 35 രൂപ താഴെ വരെ എത്തും, ഒരു 50 രൂപ മേലേക്ക് എത്തും. ഇതാണ് ഒരു ഇത് ചില സമയങ്ങളിൽ ഇതൊരു 100 രൂപ വില വരും. അപ്പോൾ നമ്മൾ തക്കാളി വില ആൾക്കാർ വാങ്ങൽ കുറയ്ക്കും. അതേപോലെ ഇതൊരു 20 രൂപയ്ക്ക് താഴെ വരുന്ന സമയത്ത് 15 രൂപയിലൊക്കെ ചില സമയത്ത് എത്തുന്ന സമയത്ത് കൂടുതൽ പേര് തക്കാളി വാങ്ങാൻ തയ്യാറാവും. ഓക്കെ, ടൊമാറ്റോ സോസ് ഉണ്ടാക്കാനും ബൾക്കായി ഉണ്ടാക്കി എടുത്ത് വെക്കാനൊക്കെ നമ്മൾ യൂസ് ചെയ്യും. അപ്പോൾ തക്കാളിയുടെ ഡിമാൻഡ് കൂടും. ഓക്കെ, വീണ്ടും തിരിച്ച് തക്കാളിക്ക് വില കുറയും. ഈ ഒരു കൺസെപ്റ്റ് അറിയാമല്ലോ. ഇതേ സാധനം തന്നെയാണ് തക്കാളിക്ക് പകരം സ്റ്റോക്ക് എന്നുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ. തക്കാളിയുടെ കാര്യം പറഞ്ഞ പോലെ തന്നെ നമ്മൾ സ്റ്റോക്കിലേക്ക് വരുന്ന സമയത്ത് ഇത് ഈ ബോളിഞ്ചർ ബാൻഡ് എങ്ങനെ യൂസ് ചെയ്യാന്ന് വെച്ചാൽ അതൊരു പ്രൈസ് റേഞ്ചാണ് ശരിക്കും പറഞ്ഞാൽ. ഒരു മിഡിൽ ലൈൻ ഉണ്ടാവും, ആവറേജ്. അതിൻ്റെ ഒരു മുകളിലത്തെ ഭാഗത്തായിട്ട് ഒരു ലൈൻ ഉണ്ടാവും, താഴത്തെ ഭാഗത്ത് ഒരു ലൈൻ ഉണ്ടാവും. ശരിക്കും 20-യുടെ ആവറേജ്, അതിൻ്റെ +2 സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, അതുപോലെ തന്നെ അതിൻ്റെ -2 സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, ഇങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് ഒരു സ്റ്റോക്കിൻ്റെ പ്രൈസ് റേഞ്ചാണ്, വോളറ്റിലിറ്റിയെ ബേസ് ചെയ്തിട്ടുള്ളൊരു പ്രൈസ് റേഞ്ചാണ് ഇതിലൂടെ നമുക്ക് ഈ ബോളിഞ്ചർ ബാൻഡ് യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുക. അപ്പോൾ നോർമൽ കണ്ടീഷനിൽ നമ്മളെപ്പോഴും ഇതിൻ്റെ ബോട്ടം ലെവൽ ലോവർ ലൈനിൽ ടച്ച് ചെയ്യുന്ന സമയത്താണ് നമ്മൾ ഈ സാധനം സ്റ്റോക്കിലേക്ക് നമ്മൾ എൻട്രി എടുക്കാറുള്ളത്. നോർമൽ കണ്ടീഷനിൽ എൻട്രി എടുക്കും. പിന്നെ ഏറ്റവും ടോപ്പിൽ ടച്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ എക്സിറ്റും ചെയ്യാറുണ്ട്. കാരണം അത് ഹയർ റേഞ്ചിലേക്ക് എത്തി. ഈ ബോളിഞ്ചർ ബാൻഡ് ശരിക്കും വർക്ക് ചെയ്യുന്നതിന് മീൻ റിവേർഷൻ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിലാണ്. അപ്പോൾ ഒട്ടുമിക്കതും ആവറേജിലേക്ക് തിരിച്ചു വരും, പ്രൈസ് തിരിച്ചു വരും എന്നുള്ള കൺസെപ്റ്റ്. ഇപ്പോൾ ഒരു കുട്ടി ക്ലാസ്സിൽ ഒരു കുട്ടി പഠിക്കുന്ന കുറേ കുട്ടികളുണ്ട്. അപ്പോൾ ഒരു കുട്ടി എല്ലാ വർഷവും എല്ലാ എക്സാംസിനും ഒരു 90% അപ്പോൾ മാർക്ക് വാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഒരു എക്സാമിന് മാത്രം ആ കുട്ടി 70-ലേക്കോ 80-ലേക്കോ എത്തിയിട്ടുണ്ടെങ്കിൽ തിരിച്ച് ആ കുട്ടി 90-ലേക്ക് തിരിച്ചു വരാനുള്ള സാധ്യതയാണ് കൂടുതൽ. അപ്പോൾ അതാണ് കൺസെപ്റ്റ്. അപ്പോൾ നല്ല കമ്പനീസിൻ്റെ സ്റ്റോക്സ് ഇതിൻ്റെ റേഞ്ചിനകത്താണ് നിൽക്കുക. അപ്പോൾ നോർമലി അതിൻ്റെ ബോട്ടം ലെവലിൽ ടച്ച് ചെയ്യുന്ന സമയത്താണ് സാധാരണഗതിയിൽ വാങ്ങാറുള്ളത്. അപ്പോൾ ഈ ട്രേഡേഴ്സ് ആണല്ലോ ഈ ടൂള് മെയിനായിട്ട് യൂസ് ചെയ്യുക. അപ്പോൾ ഈ ലോങ് ടേമിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നവർ അല്ലെങ്കിൽ SIP ഒക്കെ ചെയ്യുന്നവരല്ലേ, സ്റ്റോക്കിൽ SIP ഒക്കെ ചെയ്യുന്നവരുണ്ടല്ലോ, അവർക്ക് ഈ ഒരു ടെക്നിക്കൽ ടൂളിനെ എങ്ങനെയാണ് യൂസ്ഫുൾ ആയിട്ട് പ്രയോജനപ്പെടുത്താൻ പറ്റുക? ഓക്കെ, ഇതിൽ യഥാർത്ഥത്തിൽ നല്ല കമ്പനികളിലാണ് ഇതെല്ലാം വർക്ക് ചെയ്യുള്ളൂ കേട്ടോ. അതുകൊണ്ട് നമ്മളൊരു ലോങ് ടൈമിലേക്ക് എടുക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഈ കമ്പനി നല്ല കമ്പനിയാണെന്ന് നമ്മൾ ആദ്യം ഒരു ഉറപ്പ് വരുത്തണം. ലോങ് ടൈമിലേക്ക് ഗ്രോത്ത് ഉണ്ടാകുന്ന കമ്പനിയാണ്, അതായത് അതിന് കൃത്യമായിട്ടൊരു 10% അബവ് സെയിൽസ് ഗ്രോത്ത് ഉണ്ട്. അതേപോലെ തന്നെ ആ കമ്പനിക്ക് സെയിൽസ് ഗ്രോത്ത് ഉണ്ടാകുന്നതിൻ്റെ കൂടെ ഒരു 10% അബവ് തന്നെ ലാഭം വർദ്ധിക്കുന്നുണ്ട്, പ്രോഫിറ്റ് ഗ്രോത്ത് ഉണ്ട്, EPS ഗ്രോത്ത് വരുന്നുണ്ട്.
നോർമൽ കണ്ടീഷനിൽ ഇതിന് ഡെപ്റ്റ് കുറവുള്ള കമ്പനി ആയിരിക്കണം, ഒരു ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ ഒരു 0.5ക്ക് താഴെയുള്ളത്, അതേപോലെ റിട്ടേൺ ഓൺ ഇക്വിറ്റി, അതേപോലെ റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയിഡും, അതായത് ക്യാപിറ്റലിൻ്റെ മുകളിൽ എത്ര പെർസെൻറ്റേജ് കമ്പനി ലാഭം ഉണ്ടാക്കുന്നുണ്ട്, അതൊരു 15% ഒക്കെ എബവ് ഉള്ള കമ്പനി. നോർമലി നമ്മൾ പി ഇ വാല്യൂഷൻ നോക്കുന്ന ആൾക്കാരാണെങ്കിൽ പ്രൈസ് ടു ഏർണിങ്സ് നോക്കുക, ഇൻഡസ്ട്രി പി ഇക്ക് താഴെയാണോ, അതേപോലെ പ്രൈസ് ടു ഏർണിങ്സ് ചിലപ്പോൾ ഗ്രോത്ത് കമ്പനി ആയിരിക്കും, സ്വാഭാവികമായിട്ടും പി ഇ ചിലപ്പോൾ വർക്കൗട്ട് ആവില്ല. അപ്പോൾ പ്രൈസ് ടു ഏർണിങ്സ് ഗ്രോത്ത് റേഷ്യോ ഫേവറബിൾ ആണോ എന്നെല്ലാം നോക്കി വേണം നമ്മൾ ഈ സ്വാഭാവികമായിട്ടും അങ്ങനെയാണ് നമ്മൾ കമ്പനിയിൽ എൻട്രി എടുക്കുക. അപ്പോൾ ഇങ്ങനെ നമ്മൾ സെറ്റ് ഓഫ് സ്റ്റോക്സ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് ആ സ്റ്റോക്കിൽ വേണം നമ്മൾ ഇത് അപ്ലൈ ചെയ്യാം, ടെക്നിക്കൽ ടൂൾസ് ഏതായാലും അപ്ലൈ ചെയ്യാം. അപ്പോൾ ഒരു ലോങ് ടൈം ഇൻവെസ്റ്ററാണ് അവരെ സംബന്ധിച്ച് അവർ അവരുടെ എപ്പോൾ വാങ്ങുന്നു എന്നുള്ളതൊരു ഘടകമാണ്. കാരണം എല്ലാ മാസവും വാങ്ങുന്നവരാണോ, അതോ ചിലപ്പോൾ വളരെ ഡിപ്പാവുന്ന സമയത്ത് ചില ആൾക്കാരുണ്ട് വലിയ മാർക്കറ്റ് കറക്ഷൻ വരുമ്പോൾ മാത്രമേ വാങ്ങുള്ളൂ. വലിയ ഇൻവെസ്റ്റേഴ്സൊക്കെ അങ്ങനത്തെ ഒരു രീതി ഫോളോ ചെയ്യാറുണ്ട്. അതായത് വലിയ കറക്ഷൻ വരുമ്പോൾ മാത്രം വാങ്ങും, പിന്നെ അവർ വിട്ടുപോകും. പിന്നെ ഇതാവില്ല, പിന്നെ ചിലപ്പോൾ നന്നായി കയറുന്ന സമയത്ത് അവർ എക്സിറ്റ് ചെയ്യും, പിന്നെ അടുത്തൊരു വലിയ ഡീപ്പ് കറക്ഷൻ വരുമ്പോൾ വാങ്ങുള്ളൂ. അപ്പോൾ അങ്ങനത്തെ ഇൻവെസ്റ്റേഴ്സ് ആവുന്ന സമയത്ത് അവർക്ക് വേണമെങ്കിൽ വല്ല മന്ത്ലി ബോളിംഗർ ബാൻഡൊക്കെ യൂസ് ചെയ്ത് ഡൗണിലേക്ക് തട്ടിയാലേ പറ്റുള്ളൂ. നോർമൽ ഒരാളെ സംബന്ധിച്ച്, ഒരു ഇൻവെസ്റ്ററെ സംബന്ധിച്ച് ഒരു ഡെയിലി ടൈം ഫ്രെയിമിൽ ബോളിംഗർ ബാൻഡ് ഇട്ടിട്ട് അതിൻ്റെ ലോവർ ടൈം നല്ല കമ്പനികളെ ഐഡൻറ്റിഫൈ ചെയ്ത് ലോവർ ബാൻഡിൽ ടച്ച് ചെയ്യുന്ന സമയത്ത് എൻട്രി എടുക്കാറുണ്ട്. ഓക്കെ, ഇനി അതിന് വളരെ ഷോർട്ട് ടേം ആണെന്ന് വെച്ചെങ്കിൽ അത് അവർലി ചാർട്ടിലേക്കും താത്തിയിടാറുണ്ട്. ഓക്കെ, അപ്പോൾ പക്ഷേ എന്താ വെച്ചാൽ ഒരു മൂവ് എന്ന് പറഞ്ഞാൽ 8% അല്ലെങ്കിൽ 10% ഉള്ളിലാണ് മൂവ് ക്യാച്ച് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ ഫ്രീക്വൻസി കൂടും, ട്രേഡിങ്ങിൻ്റെ ഫ്രീക്വൻസി കൂടും, അങ്ങനെ ചെയ്യാറുണ്ട്. ഇത് ഒരു തരം. പിന്നെ വേറൊരു തരത്തിൽ ഇത് യൂസ് ചെയ്യുന്നത് എന്താ വെച്ചാൽ പ്രധാനമായിട്ടും നല്ലൊരു ഇത് ഈ ബോളിഞ്ചർ ബാൻഡിൻ്റെ കോൺട്രാക്ഷൻ ഉണ്ടാവും. അതായത് നമ്മളെപ്പോഴും നമുക്കറിയാം റേഞ്ച് ബൗണ്ടിൽ വളരെ ടൈറ്റ് റേഞ്ച് ബൗണ്ടായിട്ട് മാർക്കറ്റ് പോവുകയാണെങ്കിൽ അതിനുശേഷം വലിയൊരു ഡൗൺ മൂവോ അല്ലെങ്കിൽ വലിയൊരു അപ്പ് മൂവോ ഉണ്ടാവും എന്നാണ് ഒരു ടെക്നിക്കലും അല്ലെങ്കിൽ നമുക്ക് സ്റ്റോക്ക് മാർക്കറ്റ് കണ്ടാൽ അറിയാം. അപ്പോൾ ഈ ബോളിഞ്ചർ ബാൻഡ് സാധാരണഗതിയിൽ വലിയ വോളറ്റിലിറ്റി ഉണ്ടാകുമ്പോൾ അതിൻ്റെ ബാൻഡിൻ്റെ വിഡ്ത്ത് വളരെ കൂടും. എന്നാൽ ചില സമയത്ത് ടൈറ്റ് റേഞ്ചിൽ വരും. ഈ ടൈറ്റ് റേഞ്ചിൽ വരുന്ന സമയത്ത് അതിന് ശേഷം ഒരു വലിയൊരു മൂവിനുള്ള സാധ്യത സാധാരണഗതിയിൽ ഉണ്ടാവാറുണ്ട്. അപ്പോൾ നമ്മൾ അങ്ങനത്തെ ടൈറ്റ് റേഞ്ചിൽ വരുന്ന സമയത്ത് നമ്മളെപ്പോഴും ഒന്ന് വാച്ച് ചെയ്തിരിക്കുക, ഏത് ലെവലിലാണ് ബ്രേക്ക് ഔട്ട് വരുന്നത്, മുകളിലേക്കാണോ അതിൻ്റെ ഹൈ ആണോ ബ്രേക്ക് ചെയ്യുന്നത്, ലോ ആണോ ബ്രേക്ക് ചെയ്യുന്നത് പറഞ്ഞിട്ട് നമ്മളൊന്നിട്ട് വെയിറ്റ് ചെയ്തിരിക്കുക. അതിനുശേഷം നല്ലൊരു മൂവ് ഉണ്ടാവും. സാധാരണ നമുക്ക് കുറേ ചാർട്ടുകളിൽ ഇത് അപ്ലൈ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു ഐഡിയ കിട്ടും. ഓക്കെ, അങ്ങനെ ഫോളോ ചെയ്യുന്നത് നല്ലത്. അപ്പോൾ ഈ ഒരു പാറ്റേൺ അല്ലെങ്കിൽ ഈ ഒരു ടൂൾ നമുക്ക് യൂസ് ചെയ്യുമ്പോൾ ഉണ്ടാകാൻ ചാൻസ് ഉള്ള അബദ്ധങ്ങൾ എന്തൊക്കെയാണ്? കാരണം നമുക്കിപ്പോൾ എപ്പോഴും അതൊരു വിൻ സിറ്റുവേഷൻ ആയിരിക്കില്ലല്ലോ. അപ്പോൾ എന്തൊക്കെ മിസ്റ്റേക്കുകളാണ് ട്രേഡേഴ്സിൻ്റെ ഭാഗത്ത് നിന്ന് ഈ ഒരു ടൂൾ എടുക്കുമ്പോൾ പറ്റാറുള്ളത്? സാധാരണഗതിയിൽ ഒരു മോശം കമ്പനിയിൽ ഇത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമുക്ക് പണി കിട്ടുന്ന ഉറപ്പാണ്. അപ്പോൾ നമ്മൾ ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് നല്ല കമ്പനി ഐഡൻറ്റിഫൈ ചെയ്യുന്നതാണ് ഫസ്റ്റ് ഇത്. അതിൽ മാത്രമാണ് ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് വേണ്ടിയിട്ട് ഇത് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ സ്വാഭാവികമായിട്ട് നമ്മൾ ഇത് സാധാരണ യൂസ് ചെയ്യുന്ന ഡൈവേഴ്സിഫിക്കേഷൻ ടെക്നിക്സും റിസ്ക് മാനേജ്മെൻറ്റും ഇതിലായാലും നമ്മൾ യൂസ് ചെയ്യണം. ഓക്കെ, പിന്നെ ഓരോ ആൾക്കാരുടെയും ട്രേഡിങ് സ്റ്റൈൽ ഡിഫറെൻ്റ് ആണ്. അപ്പോൾ അവർക്ക് അനുസരിച്ച് അത് അവർ തന്നെ ഡെവലപ്പ് ചെയ്ത് ഡിസൈൻ ചെയ്ത് മാറ്റണം. ചിലർ സ്റ്റോപ്പ് ലോസ് വെക്കുന്ന ട്രേഡേഴ്സ് ഉണ്ട്, ചിലർ ഡൗൺ സൈഡ് വരുന്ന ക്യാപിറ്റൽ മാറ്റി വയ്ക്കും, എന്നിട്ട് ഡൗൺ സൈഡ് വരുമ്പോൾ ആവറേജ് ചെയ്തിട്ട് തിരിച്ച് കയറുന്ന സമയത്ത് ഏറ്റവും ബോട്ടത്തിൽ നിന്ന് വാങ്ങിയത് ആദ്യം വിറ്റ് പോകുന്ന രീതിയിലുള്ള ട്രേഡേഴ്സ് ഉണ്ട്. അപ്പോൾ ഇത് എല്ലാവർക്കും സ്യൂട്ട് ആവില്ല. അപ്പോൾ ഇത് സാധനം കൺസെപ്റ്റ് മനസ്സിലാക്കിയിട്ട് അവരുടെ ട്രേഡിങ് സ്റ്റൈൽ ഏതാണോ ഇത് വെച്ചിട്ട് അതിനനുസരിച്ചിട്ട് അവർ ഡിസൈൻ ചെയ്യുന്നതാണ് കുറച്ചുകൂടി നല്ലത്. എപ്പോഴും നല്ല കമ്പനി സെലക്ട് ചെയ്യുക എന്നുള്ള ഏറ്റവും പ്രൈമായിട്ടുള്ളൊരു സംഗതി ഇത് യൂസ് ചെയ്ത്, എന്നിട്ട് ടോട്ടൽ ലെവലിൽ ബൈ ചെയ്ത് കൊണ്ടുപോകും. അപ്പോൾ എനിക്കൊരു സംശയം കൂടി ഉണ്ട് അവസാനമായിട്ട്. അതായത് നമ്മൾ ഈ ഇങ്ങനത്തെ ടൂൾസ് ഇപ്പോൾ പ്രത്യേകിച്ചും സാർ ഇപ്പോൾ പറഞ്ഞ ടൂള് നമുക്ക് ഈ റിസൾട്ട് സീസണൊക്കെ ആരംഭിക്കുന്ന സമയത്ത് ഈ പറയുന്ന നല്ല കമ്പനികളിൽ അപ്ലൈ ചെയ്യുന്നത് കൂടുതൽ സ്യൂട്ടബിൾ ആണോ? അത് നല്ലത് തന്നെയാണ്. ഇപ്പോൾ റിസൾട്ട് സീസൺ വരുന്ന സമയത്ത് പലരും റിസൾട്ട് സീസൺ മാത്രം ട്രേഡ് ചെയ്യുന്ന ആളുകളുണ്ടെങ്കിൽ അവർക്കും ഈ നല്ല കമ്പനീസിൻ്റെ റിസൾട്ട് വരുന്ന സമയത്ത് അത് ഐഡൻറ്റിഫൈ ചെയ്ത് വയ്ക്കുന്നു. അടുത്തൊരു ക്വാർട്ടറിലേക്കോ അല്ലെങ്കിൽ 2 ക്വാർട്ടറിലേക്കോ ആണ് പ്ലാൻ ചെയ്യുന്നത് വെച്ചെങ്കിൽ അതിൻ്റെ ഡിപ്പ് വരുന്ന സമയത്ത് ബൈ ചെയ്ത് പോകും. അപ്പോൾ സ്വാഭാവികമായിട്ടും റിസൾട്ട് സീസണൊക്കെ വരുമ്പോൾ ചിലപ്പോൾ അത് നല്ല റിസൾട്ട് വന്നാലും ഇറങ്ങിപ്പോകാറുണ്ട്. കാരണം അതിനായിട്ട് മുൻപ് പ്രീ റിസൾട്ട് റാലി ഉണ്ടായിട്ടുണ്ടെങ്കിൽ അപ്പോൾ സ്വാഭാവികമായിട്ടും അതിന് ശേഷം ഇറങ്ങാറുണ്ട്. അപ്പോൾ അങ്ങനത്തെ കമ്പനീസാണ് വെച്ചെങ്കിൽ നമ്മൾ ഇത് ബോളിംഗർ ബാൻഡിൻ്റെ ബോട്ടം ലെവലിൽ
ബൈ ചെയ്ത് പോകുന്നതിൽ കുഴപ്പമില്ല. പക്ഷേ ഇതിൽ ബോളിംഗർ ബാൻഡ് വെച്ചിട്ട് നല്ല ട്രേഡ് എനിക്ക് കിട്ടിയിരിക്കുന്നത് കൂടുതലും ഈ റേഞ്ച് ബൗണ്ട് ട്രേഡ് വന്നിട്ട് ടൈറ്റ് റേഞ്ചിൽ വന്നിട്ട് അവിടുന്ന് ബ്രേക്ക് ഔട്ട് വരുന്ന സമയത്ത് നല്ല മൂവുകൾ വരാറുണ്ട്. ഓക്കെ, അപ്പോൾ അത് അവരവരുടെ ഓരോരുത്തരെയും ഇത് പിന്നെ പേഴ്സണലി നമ്മൾ എത്രയൊക്കെ പറഞ്ഞാലും ടെക്നിക്കൽ അനാലിസിസ് യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ചാർട്ടിൽ കുറേ നോക്കി നോക്കി നമുക്ക് ആ ടൂളിനെ കുറിച്ചൊരു കൺവിക്ഷൻ വരണം. നമുക്ക് ശരിക്കും അങ്ങനെ കൺവിക്ഷൻ വന്നാൽ മാത്രമേ നമുക്കത് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ഒരു കാര്യമുള്ള എല്ലാ ടൂൾസും എല്ലാവർക്കും വർക്കൗട്ട് ആവില്ല. അപ്പോൾ നമ്മൾ സാധാരണഗതിയിൽ കുറേ കാര്യങ്ങൾ നമ്മൾ പഠിച്ചു വരുന്ന സമയത്ത് നമ്മൾ പഠിക്കുമ്പോൾ എല്ലാം പഠിക്കും. അത് ബോളിംഗർ ബാൻഡ് പഠിക്കും, മൂവിങ് ആവറേജ് പഠിക്കും, RSI പഠിക്കും, പിന്നെ അതുപോലെ തന്നെ ചാർട്ട് പാറ്റേൺസ് പഠിക്കും, സ്മാർട്ട് മണി കൺസെപ്റ്റ് പഠിക്കും. ഇതെല്ലാം പഠിച്ചിട്ട് നമുക്ക് സ്യൂട്ടബിൾ ആവുന്ന നമ്മളുടെ ട്രേഡും അല്ലെങ്കിൽ നമ്മളുടെ സൈക്കോളജിക്കും എല്ലാം മാച്ച് ചെയ്യുന്ന ഒരു ടൂളാണ് നമുക്ക് കിട്ടുക. 1-2 ടൂൾസ് വെച്ചിട്ട് പിന്നീട് നമ്മൾ ഈ പഠിച്ചതെല്ലാം മറന്നിട്ട് ഈ സാധനം വെച്ച് നമ്മൾ മുന്നോട്ട് പോകും. ഇതാണ് കണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം പഠിച്ചതിന് ശേഷം അവരവർക്ക് തോന്നുന്ന കൺസെപ്റ്റിലാണ് പോകേണ്ടത്. ഇന്ന് നമ്മൾ ഈ ബോളിംഗർ ബാൻഡ് പറഞ്ഞു എന്ന് മാത്രം. യെസ്, താങ്ക് യു സോ മച്ച് സാർ ഇത്രയും സമയം നമ്മളോടൊപ്പം ചെലവഴിച്ചതിന്. സോ നമ്മൾ ഇന്ന് ബോളിംഗർ ബാൻഡ്സിനെ കുറിച്ചാണ് സംസാരിച്ചത്. അപ്പോൾ നിങ്ങൾക്ക് അത്തരത്തിലുള്ള ടെക്നിക്കൽ അനാലിസിസ് റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാവുന്നതാണ്. അതിന് മറുപടിയുമായിട്ട് മറ്റൊരു സെഷനിൽ നമ്മൾ ഉൾപ്പെടുത്തുന്നതായിരിക്കും. എന്തായാലും ET ടോക്സിൽ മറ്റൊരു വിഷയവുമായിട്ട് വീണ്ടും കാണാം.